കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ കർഷകൻ മരിച്ചിരുന്നു. ഇതിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ഗുരുതരമായി കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീയെ റോഡിൽ കടത്തി ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുകയാണ്. മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡാണ് ഇപ്പോൾ ആളുകൾ ഉപരോധിക്കുന്നത്. അരുൺ ആലത്തൂർ അവിടെ നിന്നും ചേരുകയാണ്. അരുൺ, ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നത് ഒരു നിത്യസംഭവം പോലെ കേരളത്തിലെ ചില ജില്ലകളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഒരു കർഷകൻ അവിടെ മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് അരുൺ? ഗൗതം, തീർച്ചയായിട്ടും പാലക്കാട് അട്ടപ്പാടിയിൽ ഇപ്പോൾ വലിയ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു താവളം മുള്ളി റോഡിൽ ശാന്തകുമാർ എന്ന ഒരു മധ്യവയസ്കന് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അതിനിടെയാണ് റോഡിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ വലിയ പരിക്കേൽക്കുന്നത്. ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പ്രായമായ ആളുകൾ ഉൾപ്പെടെയൊക്കെ ഇവിടെ പ്രതിഷേധത്തിൽ അണിനിരന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്ത്രീയെ കട്ടിലിൽ കിടത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം തന്നെ ഇവർ ഓട്ടോറിക്ഷയിൽ ഭർത്താവുമൊത്ത് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു മാൻ കുറുകെ ചാടിക്കൊണ്ട് അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു ചെയ്തത്. അവരുടെ ഭർത്താവ് മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വളരെ ദുഃഖകരമായ ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാട്ടുകാർ പറയുന്നത്. ഏതായാലും നമുക്ക് ഈ നാട്ടുകാരുടെ വാക്കുകൂടെ കേൾക്കാം. എന്താണ് ഈ നിരന്തരം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്? അതെ, ആണശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിഞ്ഞാന്ന് ഒരു ജീവൻ പോയി, ഇന്നലെ ഒരു ജീവൻ പോയി. അട്ടപ്പാടിയിൽ അടുപ്പിച്ച് 4-5 മരണം അടുപ്പിച്ച് സംഭവിച്ചിരിക്കുന്നു. തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന സ്ത്രീ നിങ്ങൾ കാണുന്നുണ്ടാവും. അവർ ഈ വിഷയത്തിൽ ഇന്നലെ മരിച്ച ആളുടെ ഭാര്യയല്ല, നേരെ മറിച്ച് 3 ദിവസം 4 ദിവസം മുന്നേ മാനിൻ്റെ ആക്രമണത്തിൽ മരണപ്പെട്ട ആളാണ്. ആ കിടക്കുന്ന ആളുടെ ഭാര്യയാണ്. അവർ മരണപ്പെട്ടു. ഒരു അന്വേഷണം നടക്കുന്ന വേണ്ടപ്പെട്ട കാര്യസ്ഥമായ ഒരു കാര്യങ്ങളും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകുന്നില്ല. അത് ഞങ്ങൾ പ്രതീക്ഷമാണ്. അതൊരു തീരുമാനമാകുന്നത് ഞങ്ങളെല്ലാം ശക്തമായ തീരുമാനം വേണമെന്നുള്ള ശക്തമായ തീരുമാനം തന്നെ വേണം. അട്ടപ്പാടിക്കാർക്ക് ഞങ്ങൾക്കും വരാം. ഇത് നാളെ ഇന്ന് അവർക്ക് പറ്റിയെങ്കിൽ നാളെ ഞങ്ങൾക്കും വരാം. ഞങ്ങൾക്ക് നടക്കാൻ നിവൃത്തിയില്ല, വണ്ടി പോകാൻ നിവൃത്തിയില്ല, വണ്ടി തടഞ്ഞു നിൽക്കണു. രാവിലെ വെളുപ്പിന് പോകാൻ പറ്റുന്നില്ല. കാവണ്ടിക്കല്ലിൽ നിന്ന് ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഇവിടുന്ന് അങ്ങോട്ട് പറ്റില്ല. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് അട്ടപ്പാടിയിൽ. ഞങ്ങളുടെ ഭാഗം മൊത്തം കോട്ടത്തറ, അതുപോലെ താവളം, പാലൂര്, പിന്നെ ഞങ്ങളുടെ ഓടപ്പെട്ടി, ഒമ്മല, എല്ലാവർക്കും ഇത് തന്നെ തൊല്ല്. ആന, പന്നി, മറ്റുള്ള വന്യമൃഗങ്ങൾ മൊത്തം, കുരങ്ങ്, തേങ്ങയൊക്കെ 35 ലിറ്റർ തേങ്ങായ്മറ്റേക്ക് ആട്ടി ഞങ്ങൾ വെളിച്ചെണ്ണ എടുത്തോണ്ടിരുന്നയാ. ഇപ്പൊ ഒരു തേങ്ങ കിട്ടാനില്ല. ആന, കുരങ്ങ്, മയില് എല്ലാം നശിപ്പിക്കുക. റോഡ് പോലും ഇല്ല ഞങ്ങൾക്ക്. റോഡ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. മാമണ തോണി കൊണ്ട് ഭാഗം ഞങ്ങൾക്ക് ശാശ്വത പരിഹാരം കിട്ടിയേ പറ്റൂ. ഈ സമരം നിർത്തണ പ്രശ്നമില്ല. ഒരു ശാശ്വത പരിഹാരം വിഷയത്തിൽ വേണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നമുക്കറിയാം, റോഡില്ല, കുത്തിയിരുന്നു കൊണ്ട് റോഡിൽ കിടന്നുകൊണ്ടൊക്കെയാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. BJPയുടെ ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പി വേണുഗോപാൽ ഉൾപ്പെടെ ഇപ്പോൾ ഈ സമരത്തിൽ സംസാരിക്കുന്നുണ്ട്. മറ്റൊരു BJPയുടെ നേതാവായ നന്ദകുമാർ ചേരുന്നുണ്ട്. ഒരു ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ വേണം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 4 പേരാണ് ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഇത് മരിച്ചിരിക്കുന്നത് കോഴിക്കുട്ടികളല്ല, മനുഷ്യജീവനാണ്. ഇവരുടെ ന്യായമായ ആവശ്യമാണ്. ഒരിക്കലും ഇവിടുത്തെ പ്രദേശവാസികളും കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടല്ല കാട്ടാനകൾ ആക്രമിച്ചിരിക്കുന്നത്. നമ്മൾ ടാക്സ് കൊടുക്കുന്ന റോട്ടിൽ വെച്ചാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഈ നേരം വരെ, അതായത് ഇന്നലെ വൈകിട്ട് 8 മണിക്ക് ഒരു ആക്രമണം ഉണ്ടായിട്ട് ഇന്ന് രാവിലെ 11 മണിയാവാനാണ് പോണത്. ഈ നേരം വരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദിവാസികൾക്ക്, ഇവിടുത്തെ അട്ടപ്പാടിയുടെ മനുഷ്യജീവന് സർക്കാർ ഒരു വിലയും കൊടുത്തിട്ടില്ല എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു കാരണവശാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ ജനകീയ പോരാട്ടങ്ങൾക്കാണ് ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വലിയ ദുരിതമാണല്ലേ, വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു പാതുകാപ്പില്ല എங்களுக்கு. ഈവനിങ് 6 മണിക്ക് മേലെ വരയ്ക്കും ഒരു പാതുകാപ്പില്ല. ജീവിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഓരോ ആളുകളും പറയുന്നത്. കഴിഞ്ഞ ദിവസം പരിക്കേറ്റ അവർ ഉൾപ്പെടെ ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കുകയായിരുന്നു അപകടത്തിന്. നല്ല രീതിയിൽ പരിക്കേറ്റു അല്ലേ? நல்ல நிறைய புண்ணெல்லாம் இருக்குதுங்க. எலும்பு முறிஞ்சிருக்குது.
എലുമ്പ് ക്രാക്ക് ആയിട്ടുണ്ട് അമ്മയ്ക്ക്. ഒരു പരിഹാരം വേണമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പോലെ ഓരോരോ ജീവികൾക്കും, അതായത് ഒരു ആടാവട്ടെ മാടാവട്ടെ മനുഷ്യനാവട്ടെ യാതൊരു വില ഇവർ കൊടുക്കുന്നില്ല. എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ആടിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ആടിനെ പിടിച്ചു കൊണ്ടുപോയ അടുത്തുനിന്ന് നിങ്ങൾ എല്ല് കൊണ്ടുപോകുന്നു. ഞങ്ങളൊക്കെ അനുഭവപ്പെട്ടവരാണ് ഞങ്ങളിതൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പം ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം അറിയണം. കാരണം ഓരോ മനുഷ്യൻ്റെ ജീവന് നല്ല വിലയുണ്ട്. മനുഷ്യൻ്റെതായാലും ഒരു മൃഗത്തിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും. ഇവരുടെ ഒരു പാമ്പ് മാത്രം എറണാകുളം മരത്തിന്റെ മുകളിൽ ഇരുന്നപ്പോ ഫയർഫോഴ്സ് അടക്കം കൊണ്ടുവന്ന ഒരു മനുഷ്യജീവന് വിലയില്ലേ? അല്ല, ഒരു മനുഷ്യജീവന് വിലയില്ല. ഇവരുടെ പെരുമ്പാമ്പിന് മാത്രം വിലയുണ്ട്. അത് മാത്രം എത്ര ഫയർഫോഴ്സ് താഴെ വീണ മുറിവേൽക്കും, താഴെ വീണ പരിക്കേൽക്കും, അതിന്റെ തോല് പോകും. എന്തെല്ലാം സേഫ്റ്റി ആയിരുന്നു അവർക്ക്. മനുഷ്യർക്ക് യാതൊരു ഇതുമില്ല. ഇത് ഒരു മനുഷ്യൻ PR ശിവശങ്കർ ഈ വളരെ ഗൗരവമുള്ള വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ PR ശിവശങ്കർ, ഈ കാട്ടാന അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപിച്ചു വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അട്ടപ്പാടിയിൽ വളരെ ദാരുണമായൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. ഒരു കർഷകൻ കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ പരിക്കേറ്റ ഒരു സ്ത്രീയുടെ മൃതദേഹവുമായി ദേശീയപാത പോലും ഉപരോധിക്കേണ്ട ഗതികേടിലേക്ക് അവിടുത്തെ കർഷകരെത്തുന്നു, അവിടുത്തെ ജനങ്ങളെത്തുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വിഷയത്തോട് പ്രതികരിക്കുന്നത്? വർഷങ്ങളായി കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള വളരെ ഭീതിജനകമായ, അത് വന്യമൃഗജീവികൾ, ആനയായാലും കടുവയായാലും പുലിയായാലും അടക്കമുള്ള ധാരാളം വന്യമൃഗജീവികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ മരിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ പോയപ്പോഴാണ് മനസ്സിലാവുന്നത്, 5 മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുവാനോ യാത്ര ചെയ്യുവാനോ, കുട്ടികളെ പുറത്തേക്ക് കളിക്കുവാൻ വിടുപോലും, പകൽ പോലും കളിക്കാൻ വിടുപോലും ഭയന്നിട്ടാണ് പല മലയോര ഗ്രാമങ്ങളും ജീവിക്കുന്നത്. ഇത് പണിക്ക് പോകുന്ന സാധാരണക്കാരനായ മനുഷ്യരെയാണ് ഇത്തരം ആനകളുടെ ആക്രമണത്തിന് പെട്ട് മരണമടയുന്നത്. ഇത് സത്യത്തിൽ പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ വർഷങ്ങളായി നടത്തുന്ന ഈ മലയോര കർഷകർക്കും മലയോര ഗ്രാമീണ ജനവാസികൾക്കും എതിരെ നടത്തുന്ന ഏറ്റവും മോശമായ ഒരു ഭരണ നിർവഹണത്തിന്റെ ഭാഗമാണ്. കേന്ദ്ര സർക്കാർ ഏതാണ്ട് 200 കോടി രൂപയോളം ഈ ആനകളെയും മൃഗങ്ങളെയും ജനങ്ങളുടെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, ഇത്തരം വന്യമൃഗ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 200 കോടി രൂപ ഫെൻസിങ്ങിന് നൽകിയിട്ട് അതിൽ 20% പോലും 20 കോടി രൂപ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഈ സംസ്ഥാന സർക്കാർ ഈ മലയോര കർഷകരോട് കാണിക്കുന്ന ഏറ്റവും വിവേചനപരമായ ഒരു തെളിവുകൾ മാത്രമാണ്. ഇത്രയേറെ ധാരാളം കാര്യങ്ങളുണ്ട്. സംസ്ഥാനത്ത് സർക്കാരിന് മലയോര കർഷകരെ അല്ലെങ്കിൽ മലയോര നിവാസികളെ അവരെ മൃഗങ്ങളായി പോലും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതുപോലെ തന്നെയാണ് അവരുടെ കർഷകരുടെ കൃഷി നശിപ്പിക്കുന്ന പന്നിശല്യം അടക്കമുള്ള ധാരാളം കാര്യങ്ങൾ. അതുകൊണ്ട് ഇത്തരം ആനയുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽപ്പെട്ട് മരിക്കുന്നവർക്ക് മറ്റ് യാതൊരു ചർച്ചയും കൂടാതെ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ജോലിയും, അതുപോലെ തന്നെ അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ 10 ലക്ഷം കൂടാതെ സംസ്ഥാന സർക്കാർ കൂടി അവരുടെ കയ്യിൽ നിന്നും 10 ലക്ഷം കൂടി ഇട്ടിട്ട് നൽകുകയും വേണം. മാത്രമല്ല ഇവിടെ മൃഗങ്ങളെ സംരക്ഷിക്കുവാൻ, മൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാൻ തീർച്ചയായും ഫെൻസിങ്ങും അതേപോലുള്ള കാര്യങ്ങളും ഉടനടി നടപ്പിലാക്കണം. കാരണം അത് അത്രയേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു ഏരിയയാണ്. യാത്രയ്ക്കും അതുപോലെ തന്നെ നിത്യജീവിതത്തിനും കർഷകർക്ക് പുറത്തിറങ്ങി കൃഷി ചെയ്യാൻ പോലും സൗകര്യമില്ലാത്ത, ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവരെല്ലാം രാവിലെ തൊട്ട് പ്രവർത്തിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. അവിടുത്തെ MLAയും ആ കളക്ടറും ഒന്നും ഇക്കാര്യങ്ങൾക്ക് യാതൊരുവിധ താല്പര്യവും കാണിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ സ്വർണം അടിച്ചു മാറ്റുന്നതിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും മാത്രമാണ് ശ്രദ്ധ. ഇത് സംസ്ഥാന സർക്കാർ ഈ സ്വന്തം തലയിലെ ഈ ഒരു തീക്കൊള്ളി കൊണ്ട് ചൊറിയുന്നത് പോലെയാണ്. മലയോര കർഷകരുടെ ശക്തിയും അവരുടെ സമരവീര്യവും ഈ സംസ്ഥാന സർക്കാർ അറിയാൻ പോവുകയാണ്. വളരെ നന്ദി ശ്രീ PR ശിവശങ്കർ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തോട് പ്രതികരിച്ചതിന്. പാലക്കാട് അട്ടപ്പാടിയിൽ കഴിഞ്ഞ ദിവസം കർഷകൻ ആനയുടെ കുത്തേറ്റ് മരണപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വ്യാപകമായ പ്രതിഷേധം അവിടെ നടക്കുകയാണ്. അരുൺ ആലത്തൂരാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.